ഹലോ ഹായ് അസ്സലാമലൈക്കും. എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? അപ്പം നമ്മളെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ നോമ്പുമണി. ഇന്നത്തോടു കൂടി ഏകദേശമൊക്കെ തീർക്കണം. എന്ന് ശനിയാഴ്ച അല്ലേ, മക്കളൊക്കെ അല്ലേ ദിവസമാണ്. അപ്പോൾ ഓലൊക്കെ കൂടിക്കാണ്ട് അപ്പം തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ലൈക്കുമ്പോൾ തൊടാതെ കാണുന്നവരുണ്ട്, ഒന്ന് ലൈക്കുമ്പോൾ തൊട്ടുകാണ്ട് സബ്സ്ക്രൈബ് ചെയ്തുകാണ്ട് ആണ് കണ്ടു തുടങ്ങിക്കോളി കേട്ടോ. നമ്മളെ ഷെയ്മോൾക്ക് ഒരു പണി എടുത്തിട്ടുണ്ട്, നമ്മളെ റിതുവിന് ഒരു പണി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അമ്മക്കും ഉണ്ട് കുറച്ച് പണി. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണണമെങ്കിൽ ഒന്നാണ് സബ്സ്ക്രൈബും ചെയ്തോളി കേട്ടോ. അത് ഉമ്മച്ചി കൃത്യതയിലാണ് കിട്ടണം. ആ പറയണൊന്നും പറ്റില്ല. ഞാൻ എത്ത് പറയണ കേക്കണില്ല എന്നാ പറയണത്. മോന്ത വീർപ്പിച്ചെടുക്കാനല്ല പറഞ്ഞത്. ഇതോ ചൊറിച്ചുകാണ്ട് എടുത്തോളാം. ഇഞ്ച മുണ്ടല്ലേ, ഇഞ്ച മുണ്ടോണ്ടോ നിങ്ങളത് തുടക്കല്ലേ? ആ സാരണ്ട്, അങ്ങനെ സാരല്ല ഇല്ലല്ലോ. അടുക്കളയിൽ എന്തെങ്കിലും എടുത്തോളി. നോക്ക് ഇതോ. ഏതായാലും ഒരു വീഡിയോ വേണം. ശനിയാഴ്ച ഞങ്ങൾ എടുത്തുതരാന്ന് പറഞ്ഞാലേ എല്ലാരും കൂടി എടുക്കാം, നിങ്ങൾ ഒറ്റക്ക് എടുക്കണ്ടെന്ന് പറഞ്ഞു. ഞാന് എടുക്കുമ്പോ നിങ്ങള് ക്യാമറ കജ്ജി പിടിച്ചോളി, അല്ല അപ്പൊ ക്യാമറ എത്താട്ടുക. ഞാൻ എടുക്കുമ്പോ നിങ്ങള് ക്യാമറ പിടിച്ചോണ്ടി, അല്ലാത്താട്ടുക. ക്യാമറ പിടിച്ചാ പിന്നെ ആരും ആ കസാല ഒന്നും കേകാനായിട്ടില്ല. സഫക്ക് ഇവിടെ കേകായിട്ട് ഇടങ്ങേറ് കേട്ടോ. കസാല ഇവിടെ 4 കസാല ഉണ്ട്, അത് കേൾക്കാനാണ് ഓള് അടക്കണത്. ഇല്ല എന്നാലും ഇടാവൃത്തിയിലും ബൗസിലും കേക്ക് നന്നാക്കണം. ആയിട്ടില്ല, അത് പുറത്തേക്ക് ഇടുമ്പോ അമ്മ പാത്രമൊക്കെ മോറാൻ പോകും. അപ്പൊ പോന്നോണ്ട് ഇല്ലത് റിതുവോ എന്താ ഇല്ലത് അത് വൃത്തിയിലാക്കി വെക്കുക. അത് പൊട്ടിയതാണ്, കേടൊന്നാണ്, 1 2 അതല്ല. അതും ഇല്ലാത്ത മനുഷ്യന്മാരില്ലേ? ഇതിപ്പോ ഇപ്പൊ ഒന്നും ചെയ്യല്ല. ഇവിടെ നോൽമ്പ് മണി എടുക്കാന് എടുത്തോട്ടെ, എടുത്ത് ശീലാവണടി. ഒക്കെ എടുത്ത് ശീലാവണം. കട്ടിന്റെ അടിയൊക്കെ ഉണ്ടോക്കിയ എന്തൊക്കെയാ അതിന്റെ അടിയില്? ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ. ബണ്ണൊക്കെ അതാ വരുന്ന കട്ടിലിന്റെ അടിയിന്ന്. ആ ഇതിന്റെ ഇറുക്കി കാണാനായിട്ട് കൊറേ ദിവസായി. അല്ല ഇറുക്കി പിടിച്ചാല് ചട്ടി പിടിച്ച അമ്മാക്ക് ഒഴിവൂല. കുപ്പിടുത്ത് പോയുണ്ട്. ഞാൻ നല്ല ചോറച്ച കുപ്പിട് അച്ചാറക്കാൻ പോയപ്പോഴെടുത്ത് പോയുണ്ട്. 2 ദിവസമായിട്ട് ഞാൻ ഇവിടെ എല്ലായിട്ട് സ്പൂണ് കയ്യില് അതുപോലെ തട്ടി പിടിച്ചണ കിർമി ഇറുക്കി അതൊക്കെ അതൊന്നും കാണാനല്ല. ഈ ചെയ്യല്ലേ കളിച്ചാട്ട് കൊടുക്കണ ഓൾ അതൊക്കെ ഇട്ട് കൊടുക്കണ്ടാവും കളിച്ചാനേ. എടാ ഡ്രസ് എടുക്കടാ, ഡ്രസ് ചെയ്യുന്നെടുത്ത് ചുമള ഡ്രസ് എടുത്താ വരുന്നു. പീക്കിരിയാള് എന്താ പടെ ഇതൊക്കെ എന്താ? റബ്ബേ കട്ടിന്റെ അടിയിൽ നിന്ന് കിട്ടിയാണല്ലോ അതൊക്കെ. ചൂസ ഡ്രസ്സൊക്കെ എടുത്താ, ചൂസ ഡ്രസ്സൊക്കെ എടുത്തോളൂ. നോക്കിയാ നോക്കിട്ടോ, ഇത് നിർത്തണം. വെച്ചു ഇനി കൊറേ പണിയുണ്ട്. ഇതോ പാത്രം കുപ്പി പാട്ട അതൊക്കെ മോറാണ്ട്.
അപ്പോൾ എല്ലാവരും കൂടി കൂടിയിട്ടുള്ള പരിപാടി കേട്ടോ. സ്കൂളില്ലാത്ത ദിവസമാണ്, ശനിയാഴ്ചയൊക്കെ ആവുമ്പോഴാണ് മക്കളൊക്കെ പാടെ കൂടിക്കാണ്ട് ഇതൊന്ന് ചെയ്തു തരുള്ളൂ കേട്ടോ. നമുക്ക് നമ്മളെ മക്കളൊക്കെ തന്നെയല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ തളർന്നിരിക്കുമ്പോൾ നമ്മളെ മക്കളെ തന്നെയാണ് കൂടി തരാനും സഹായിച്ചു തരാനും ഒക്കെ. ഇന്നലെ കുറച്ചൊക്കെ എടുത്തു കേട്ടോ. എല്ലാം കൂടി ഇന്നൊരു ദിവസം കൊണ്ട് തീർക്കാൻ കഴിഞ്ഞൊന്നും എനിക്ക് തോന്നണില്ല ഇനി. അതുകൊണ്ട് തന്നെ ഇന്നലെ കുറച്ചൊക്കെ പണികളൊക്കെ ഞാൻ എടുത്തിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ നമ്മളെ പണികളൊക്കെ തീർന്നു തുടങ്ങിയിരിക്കണ് ഏകദേശമൊക്കെ. നിങ്ങളെ പണികളൊക്കെ തുടങ്ങിയാളെ ഒക്കെ കഴിഞ്ഞുകാണ്ട് ഒക്കെ ഇരിക്കുമായിരിക്കൂലേ. നോൽപ്പ് പണിയൊക്കെ കഴിഞ്ഞുകാണ്ട് ഇനി കുറച്ച് തിരുമ്പാനൊക്കെ ഉണ്ട്. അതൊക്കെ എന്താണ് തിരുമ്പി വൃത്തിയാക്കണം. ജനലും വാതിലൊക്കെ നമ്മൾ ഷെയ്മോളൊക്കെ ഒന്ന് കുറച്ചൊക്കെ ഇന്നലെ ഞാൻ തോത്തി നന്നാക്കിയിട്ടുണ്ട്. ഇനി ആ പൊടി എത്ര തുടച്ചാലും പൊടി ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കും. അവിടെയൊക്കെ ആ സൈഡിലൊക്കെ അതിലെ വണ്ടിയൊക്കെ കയറി പോകുമ്പോൾ പൊടി ഇങ്ങനെ പാറിക്കൊണ്ട് നിൽക്കും. അപ്പം ഇനി ജനാലൊക്കെ കുറച്ചൊക്കെ നമ്മൾ ഷെയ്മോളും നന്നാക്കുന്നുണ്ട്. നമ്മളെ ഇച്ചുവിനോട് ഞാൻ കുറേ നേരമായി പറയുന്നു കേട്ടോ, ഇച്ച് കൂടണ്ടാന്ന്. ഷെയ്മോളും പറയുന്നു. പക്ഷേ ഓൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആരെങ്കിലുമൊക്കെ കൂടുമ്പോൾ അതിങ്ങനെ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. മക്കളൊക്കെ കണ്ടു പഠിച്ചട്ടെ. മേലേത് കണ്ടുകാണ്ട് തന്നെ താഴ്ത്തീറ്റങ്ങളൊക്കെ പഠിച്ചാലേ. അപ്പോൾ ഓലൊക്കെ അങ്ങനെ വൃത്തിയാക്കണത് കണ്ടിങ്ങനെ നിൽക്കുമ്പോഴേ ഓൽക്കും പിന്നെ അങ്ങനെ എടുക്കാൻ തോന്നും കുട്ടികൾക്കൊക്കെ കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ ഓലൊക്കെ ഏൽപ്പിച്ചാൽ എന്താണെന്നോ ആകെ വെള്ളം കൊണ്ട് കളിയായിരിക്കും. പിന്നെ 8ൻ്റെ പണി കിട്ടിയ പോലെ ആയിരിക്കും. ഇന്നിപ്പോൾ കാക്കുപടെ അല്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ മക്കൾ മാത്രം കൂടിക്കാണ്ട് ഞാനും കൂടിക്കാണ്ടില്ല ഒരു പരിപാടിയാണ്. ഇനി കുറച്ച് പാട്ടിയും അതേപോലെ കുപ്പിയും പാട്ടിയൊക്കെ കഴുകാനുണ്ട്. അതൊക്കെ കൊണ്ടുക്കാണ്ടാണ് പുറത്തേക്കൊണ്ട് ഇറങ്ങട്ടെ കേട്ടോ. അപ്പോൾ കട്ടിലിൻ്റെ അടിയിൽ നിന്ന് കേട്ടോ ഇത്രയും സാധനങ്ങൾ. ഇപ്പോൾ അതിന് 3-4 ദിവസമായിട്ട് ചൂല് ഞാൻ എടുക്കലില്ല. നമ്മൾ ഷെയ്മോളൊക്കെയാണ് ചൂലെടുക്കൽ. ഓളെ പറഞ്ഞിട്ടും കാര്യമില്ല. ബേബിയാളിയും ഒക്കെ പാടെ ഇവിടെ ഇട്ട് കാണും ഞാനിങ്ങനെ പോയിണല്ലേ. ഓളിപ്പോൾ ആ ഭാഗം ഒന്നാണ് പുറം മൂടി ഒന്നാണ് നന്നാക്കുന്നല്ലാതെ. അപ്പം ഞാൻ റിതുവിനോട് പറയട്ടോ, റിതു ആ കട്ടിൻ്റെ അടിയൊക്കെ നന്നാക്കാണ്ട് ഞാൻ നന്നാക്കിക്കോളാം ഇടാറുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ നന്നാക്കി തരാൻ മാറുകയാണ്ടേ ഓൻ തന്നെയാണ് നന്നാക്കുകയാണ് കേട്ടോ. ഞങ്ങൾക്കൊന്ന് അടിച്ച് വൃത്തിയാക്കാനുണ്ട്. അത് ഇനി രാത്രിയേ നോക്കുള്ളൂ. കാക്കു ഇവിടെ അല്ലാന്ന് ഞാൻ പറഞ്ഞില്ല, കാക്കു പണിക്ക് പോയിക്കണം. ഇനി രാത്രിയൊക്കെ കാക്കു വന്നിട്ടേ അത് നന്നാക്കൽ നടക്കുള്ളൂ കേട്ടോ. ഒറ്റക്ക് ഞാൻ ഒരു ധൈര്യത്തിൽ അങ്ങോട്ട് നിന്നുകാണ്ടാണ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വെയ്യാതാവും കേട്ടോ. അപ്പം ഇന്ന് പോയപ്പോൾ തന്നെ കാക്കുവിനോട് പറഞ്ഞിരിക്കണ്, അപ്പോൾ ഒന്നായിട്ട് വലിച്ചു വാരി എടുക്കാൻ നിൽക്കണ്ട, വൈകുന്നേരം ആസ്പത്രിയിൽ പോയി ഗ്ലൂക്കോസ് ഏറ്റാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം പിന്നെ കുറച്ച് മെല്ലണം അയഞ്ഞിക്കുക. മക്കളൊക്കെ എടുക്കുന്നുണ്ട്, ഓലൊക്കെ എടുക്കട്ടെ എന്ന് കരുതിക്കാണ്ട്. അപ്പം നമ്മളെ കുഞ്ഞു കുപ്പികളൊക്കെ ഇതാക്കണം, സുന്ദരി കുപ്പികളൊക്കെ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിക്കാണ്ട് നന്നാക്കി വെക്കട്ടെ കേട്ടോ. അപ്പോൾ എല്ലാവരും കുപ്പിയും പാട്ടയൊക്കെ മോറിയൊക്കെ മല്ലി മുളകൊക്കെ ഇട്ട് വെച്ചുക്കും ചൊറുക്കിലില്ലേ. നമ്മളതൊന്നും ആയിട്ടില്ല. ഇൻഷാ അല്ലാ ഒക്കെ റെഡി ആവും കേട്ടോ. അപ്പോൾ തന്നെ നമ്മളിതൊക്കെ വൃത്തിയാക്കിക്കാണ്ട് ഇങ്ങോട്ട് റെഡിയാക്കിയിട്ട് വെച്ചാൽ ഇല്ലതൊരു സമാധാനമാണല്ലോ. ഇല്ലത് ഇനിയിപ്പോൾ ഒരു ചെറിയ പാത്രമായാലും എന്ത് സാധനമാണെങ്കിലും അത് മോറി വൃത്തിയാക്കി വെക്കുമ്പോൾ നമുക്കും തന്നെ മനസ്സിക്കൊരു സമാധാനമാണ് നോൽമ്പില്ലേ. ഈ പ്രാവശ്യം റമദാനായപ്പോൾ ഇതിന് തടിക്കും മനസ്സിനൊന്നും ഒരു സുഖമല്ല കേട്ടോ. ഒന്നിനും എടുക്കാൻ നമുക്കൊരു താല്പര്യക്കുറവ് അറിയില്ലേ. എന്നാലും നമ്മൾ എടുക്കണം, നമ്മൾ നോമ്പ് വെൽക്കണ മനുഷ്യന്മാരല്ലേ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ നോമ്പും പരിപാടികളും നമ്മൾ പാത്രം കകലൊക്കെ ഒന്ന് വലിയ ഉത്സാഹമായിരുന്നില്ലേ. ഈ പ്രാവശ്യം വലിയ ഉത്സാഹമൊന്നുമില്ല. അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും അറിയാമല്ലേ. ഒക്കെ ശരിയാവും. ദുആ ചെയ്യുകൊണ്ട് ഈ നോൽമ്പ് കഴിയുമ്പോഴത്തേന് തന്നെ പടച്ചവനൊരു വഴി കാണിച്ചു തരട്ടെ നമുക്കല്ലേ. അപ്പോൾ കുപ്പികളൊക്കെ മോറി വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ ലേസിച്ചേ എടുക്കണുള്ളൂ. പാത്രങ്ങൾ ഒന്നായിട്ടാണ് കൊടുന്ന് വെച്ചിട്ടൊന്നുമില്ല. ഒരു 4 പാത്രം കപ്പൊക്കെ ഉണ്ടായിരുന്നാണ്ട് ഒന്നായിട്ടാണ് കൊടുന്നിട്ട് കഴിഞ്ഞാൽ ബേബികളൊക്കെ പാടാണ് ഓടി വരും കേട്ടോ. അപ്പോൾ ലേസിച്ച് അങ്ങോട്ട് എടുത്താൽ കുപ്പിയൊക്കെ ഞാൻ തന്നെയാണ് മോറി വൃത്തിയാക്കിയാണ് വെക്കട്ടെ. ഓരോരുത്തരും ഓരോ പ്രവർത്തികൾ കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. നമ്മളെ ഇച്ചുമ്മ ഇനി സ്റ്റൂള് കേകി തരാൻ അറിയുന്നുണ്ട്. അതേപോലെ റിതു അവിടെ അടിച്ച് വൃത്തിയാക്കുന്നുണ്ട്. ഷെയ്മോൾ അതൊക്കെ കൊണ്ടുപോയി ജനാല മൂറി കഴിഞ്ഞിട്ട് കൊണ്ടുപോയിക്കാണ്ട് കുപ്പിയൊക്കെ വൃത്തിയാക്കി തരാം, തുടച്ച് വൃത്തിയാക്കി തരാം അമ്മ പറയുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരും ഓരോ പണി എടുത്താൽ തന്നെ തീരും അത്. മറ്റേ ഒറ്റക്ക് ഇങ്ങോട്ട് ആയി കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ വല്ലാതെ ഒന്നും ഞാൻ ഓല പണിയെടുപ്പിച്ചാൻ ഏൽപ്പിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. ഈ പ്രാവശ്യം പിന്നെ എനിക്ക് വയ്യ ഒക്കെ. അപ്പോൾ നമുക്ക് മനസ്സുഖം വേണ്ട മക്കളെ ഒരു സുഖം. അപ്പോൾ അതാക്കണം കേട്ടോ. ഒക്കെ വൃത്തിയാക്കി വെച്ചിക്കണ് ഞാൻ. ഇതൊരു ചെമ്പാണ് കേട്ടോ. കുറേ മുന്നേ നമുക്ക് കൂടിയിരിക്കലിന് ഒരു ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. ഞാൻ അരിയൊക്കെ ഇട്ട് വെച്ചിരുന്നായിരുന്നു. പിന്നെ ഞാൻ വെള്ളക്കാണ് കൂജയിൽ നിറച്ചക്കൽ കേട്ടോ. കൂജ ഒരു കുമ്പലേ, നല്ലൊരു സ്റ്റീലും പാത്രം. അപ്പോൾ അതിലിങ്ങനെ നിറച്ച് വെക്കലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാക്കണ കസാലയൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. കസാല ഒരു സൈഡ് പൊട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയ ആ കസാലയായിരുന്നു നമ്മളെ. അത് ഉമ്മമ്മ ഇരുന്നപ്പോൾ അങ്ങോട്ട് കുത്തി മറിഞ്ഞ് പോണതാണ് കേട്ടോ. ആ തുഞ്ച ഭാഗം പിന്നെ നമ്മുടെ ഇതൊക്കെ ഇട്ടുകാണ്ട് ഇങ്ങോട്ട് കെട്ടിയിട്ടിക്കുകയാണ് ഓല്. നമ്മളെ ഇൻസുലേഷൻ ടേപ്പൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വെച്ച് കാണ്ട് വൃത്തിയാക്കി വെച്ചിരിക്കുക കേട്ടോ. ഇല്ല നമ്മൾ വൃത്തിയാക്കിയിട്ട് വെക്കുക. ഇനി അത് കണ്ട് അത് അങ്ങനെ നിങ്ങൾ ഇങ്ങനെ പറയില്ല കേട്ടോ മുത്തുമണികളെ. അപ്പോൾ നമ്മൾ ഇല്ലത് അങ്ങോട്ട് കാണിച്ചും വൃത്തിയാക്കി കണ്ടു നമുക്ക് എന്തായാലും ഒരു വീഡിയോ വേണം.
ഇനിയിപ്പോൾ നനച്ചുള്ളിൻ്റെ വീഡിയോ വേണ്ടേ, അതൊക്കെ ഇപ്പോൾ കൊടുന്ന് നന്നാക്കി പുതിയതൊക്കെ കൊടുന്നുകാണ്ട് ഇപ്പം നമുക്ക് അതിനൊന്നും ഒരുങ്ങാൻ കഴിയൂല. നിങ്ങൾക്ക് അറിയണേ ഇല്ലത് ബൗസിലാണ് കാട്ടി തരിക എന്നുള്ളൂ കേട്ടോ. ഒക്കെ ശരിയാവും. നിങ്ങളൊക്കെ ദുആയിൽ നമ്മളുണ്ടല്ലോ, എൻ്റെ ദുആയിലും നിങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടിയിൽ നമ്മളെ മുത്തുമണീനെ മറന്നിക്കണം കേട്ടോ. ഇന്നിപ്പോൾ പണി ഉണ്ട് പറഞ്ഞപ്പോൾ കാക്കു ഇന്നലെ രാത്രി പുല്ലരിഞ്ഞു കൊടുന്ന് വെച്ചാണ് ഓന് കേട്ടോ. ഓനെ കയ്യെങ്കിൽ കൊണ്ടുപോയി കെട്ടിക്കൊണ്ട്. ഇപ്പം പാടത്തൊന്നും പുല്ലൊന്നും ഇല്ലല്ലോ, ഒക്കെ ഭയങ്കര വേനലൊക്കെ ആയിക്കാണ്ട് ഉണങ്ങിക്കണല്ലോ. എല്ലായിടത്തുനിന്ന് കുറച്ച് പുല്ലൊക്കെ വാരി കൊടുന്നാണ് കാക്കു കേട്ടോ. അപ്പോൾ ഓന് ലേസം പുല്ലും ഇട്ട് കൊടുക്കട്ടെ. രാവിലെ ഒരു വക്കം പുല്ലും വെള്ളമൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നാലും ഓനെ ഇടയ്ക്കിടയ്ക്ക് തിന്നാൻ കൊടുക്കണം, കുളിപ്പിച്ച് കൊടുക്കണം. പോത്തും കുട്ടികളല്ലേ, ഓലെ എപ്പോഴും കുളിപ്പിച്ച് കൊടുക്കുകയൊക്കെ വേണം. അപ്പോൾ ആ പരിപാടി എടുക്കണതിൻ്റെ ഇടയിൽ നമ്മളെ ഷെയ്മോൾ ആ കുപ്പിയൊക്കെ ആ ടെറസിൻ്റെ മുകളിൽ കൊണ്ടുപോയിക്കാണ്ട് അങ്ങോട്ടേ ഉണക്കട്ടെ കേട്ടോ. നല്ലോണം ഉണക്കിയായിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് വാങ്ങണം. എന്നിട്ട് കുപ്പിയൊക്കെ നിറച്ചിങ്ങനെ നിൽക്കുമ്പോൾ എന്തോ ഒരു ചൊറുക്കാരം കാണാനില്ലേ. അൽഹംദുലില്ലാ ഒക്കെ റെഡിയാവും ഇൻഷാ അല്ലാഹ്. അപ്പം ഇനി ആ സൈഡ് കൂടെ കണ്ടുകാണ്ട് ഇങ്ങനെ നോക്കണ്ട. ആ സൈഡൊന്നും വൃത്തിയാക്കിയിട്ടില്ല. അടുക്കള ആ ടെറസിൻ്റെ മുകളൊക്കെ അതൊക്കെ വൃത്തിയാക്കാനുണ്ട്. ഒറ്റക്ക് ഇങ്ങോട്ട് കഴിച്ചണില്ല. ഒന്നാമത് കഴിഞ്ഞ പ്രാവശ്യത്തെ മാതിരി ഉത്സാഹമല്ല. ഇനി അതൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കണം. ഇനി എല്ലാം കാക്കും വരട്ടെ. എന്നിട്ട് ഇനി അകമൊക്കെ ഒന്ന് അടിച്ചുകാണ്ട് കഴുകണ വീഡിയോസ് ഇടുന്നുണ്ട്. അതേപോലെ ടെറസൊക്കെ കഴുകി വൃത്തിയാക്കണ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. മോൾ ഭാഗം നമ്മളെ പുതിയ കൂട്ടുകാർക്കൊന്നും അറിയണ്ടാവില്ല ആ മോൾ ഭാഗം എന്താ അങ്ങനെ കിടക്കണമെന്നില്ലേ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കാനും ചുടാനൊക്കെ ഉണ്ട്. ഇപ്പം ഈ വെയിലായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. മറ്റേ മഴയാവുമ്പോൾ കോട്ടരുമ്പം അങ്ങോട്ട് നിറഞ്ഞിട്ട് ഇടങ്ങേറായിരുന്നു. ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെന്താ ഇതാക്കണ ഓരോരുത്തരും ഓരോ പണികളിൽ മുത്തുമണികളാക്കണം കേട്ടോ. മുത്തുമണികളെ വല്ലാതെ ക്യാമറയിൽ പെടുത്തിയിട്ടില്ലായിരുന്നു. അതപ്പം മൂത്രയിക്കും അല്ലെങ്കിൽ ടൗസർ ഊരും എന്തെങ്കിലുമൊക്കെ ഒരു പണി ഉണ്ടാവും. ഓല് ശ്രദ്ധിക്കണേ. നമ്മളിവിടെ പണിയെടുക്കണതിൻ്റെ ഇടയിൽ കൂടെ ഓല് കാര്യപ്പെട്ട പണിയാരും. അത് കരണ്ടുമ്മലോ അല്ലെങ്കിൽ തീയത്തോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പണികളായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരാൾ ഓലെങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. അപ്പം നമ്മളിതാക്കണ പത്തിരിയും ചപ്പാത്തിയൊക്കെ കുഴക്കാല്ലേ ചെമ്പ് നമ്മളെ തട്ടുപാത്രമൊക്കെ വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഇങ്ങനെ കുഴച്ച് ഇങ്ങനെ പത്തിരിക്ക് ഇനിക്കൊക്കെ കുഴച്ച് വാട്ടി ഉണ്ടാക്കണമല്ലേ. അതിനൊക്കെ ആയി തുടങ്ങിയല്ലോ. അപ്പോൾ അതാക്കണ് ഒക്കെ വൃത്തിയാക്കുന്നുണ്ട്. നമ്മളെ റീതും കൂടി തരുന്നുണ്ട് കേട്ടോ. എത്തിയിട്ടും ഇങ്ങോട്ട് ആവൂല. വൈകുന്നേരം വരെ കുത്തിറക്കേണ്ടി വരും. അപ്പോൾ ഓലും കൂടി കൂടുമ്പോഴേ ഒത്തൊരുമിച്ച് ആ മലയും പോരും പറഞ്ഞു കണ്ടേ ഒക്കെ അത് നന്നാക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ ഷെയ്മോളും ഉണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ കൂടി തരാൻ. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ മുത്തുമണികളെയാണ് കൊണ്ടുപോയിടുന്നത് ഷെയ്മോൾ കേട്ടോ. ചളിയിൽ കളിച്ചുക, വെള്ളത്തിൽ കളിച്ചുക. പിന്നെ ഓല ആ കസാല നന്നാക്കിയിൽ കയറി ഇരിക്കുക. ഓല നോക്കാൻ തന്നെ രണ്ടാൾക്കാർ വേണം പറഞ്ഞില്ലേ ഞാൻ. അപ്പോൾ ഓല അവിടെ കൊണ്ടുപോയിടും. ഷെയ്മോളോട് ഞാൻ പറഞ്ഞിട്ട് അവിടെ നോക്കിയിരുന്നു ഇടിയായിരുന്നു. ഓല നോക്കിക്കാഞ്ഞാലും പറ്റൂലല്ലോ. ഔത്ത് കൊണ്ടുപോയിട്ട് കാണാൻ പോരാൻ പറ്റൂലല്ലോ. ചോറ് ലേസം തീമിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോസ് എടുത്തിട്ടില്ല. ലേസം മീൻ വാങ്ങിയിട്ടുണ്ട്. ഇനി പൊരിച്ചാനും ഉണ്ട് കേട്ടോ. എന്തെങ്കിലുമൊക്കെ താളിപ്പ് ഉണ്ടാക്കാമെന്ന് കരുതി കാണ്ടില്ല പരിപാടിയാണ്. ഇങ്ങനെ എന്തിനേലൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ കരിച്ചലും പൊരിച്ചലും ചോറുണ്ടാക്കലൊക്കെ അവിടെ നിൽക്കും. ചോറ് അവിടെ വേഗം ഞാൻ വെച്ചേക്കും കേട്ടോ. ഒന്നാമത് ബേബിയാക്കൊക്കെ 10-11 മണിയാകുമ്പോഴത്തേനും അവർക്ക് കഞ്ഞി എന്തെങ്കിലുമൊക്കെ കൊടുക്കാലോ കരുതി. രാവിലെ അപ്പൊന്നും തിന്നൂല കേട്ടോ. അതങ്ങനെ കയ്യിൽ കൊണ്ടടക്കുന്നല്ലാതെ നമ്മൾ വെച്ചു കൊടുത്താലും തിന്നൂല. പിന്നെ എനിക്ക് ഒഴിവും ഉണ്ടാവില്ല. ചിലപ്പോൾ ഞാൻ പാത്രത്തിലൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കഷ്ണമൊക്കെ തിന്നുന്നാലും നമുക്കൊരു പൊറുതിയാടല്ലേ. ഒരു 10-11 മണിയാകുമ്പോൾ പോലെ തന്നെ ഉറക്കും വന്നു കഴിഞ്ഞാൽ കരച്ചിൽ തുടങ്ങും കേട്ടോ. ചിലപ്പോൾ ഏതെങ്കിലും കിടക്കിലൊക്കെ പോയിക്കാണ്ട് പോലെ അവിടെ കടന്നു കാണ്ടാണ് ഉറങ്ങിക്കും. അപ്പോൾ ആ ഒരു പൊറുതിയാടിനും വേണ്ടിക്കാണ്ട് ഞാൻ എന്താ ചെയ്യൽ വെച്ചാൽ രാവിലെ തന്നെ നീച്ചപ്പാട് ലേസം കഞ്ഞിയാണ് വെച്ചേക്കും. എന്നാൽ ഓൽക്ക് ലേസം കഞ്ഞിയൊക്കെയാണ് കൊടുക്കാമല്ലോ. പിന്നെ മദ്രസക്കോ നഴ്സറിക്കോ ഒക്കെ പോകാമല്ലോ. ഓലൊക്കെ കഞ്ഞി കുടിച്ചു കേട്ടോ. കഞ്ഞി ഇഷ്ടമാണ്. നഴ്സറിക്ക് പോകുമ്പോൾ നമ്മളെ ഇച്ചൂനും കഞ്ഞി കൊടുക്കും ഞാൻ. ലീനൂനും കഞ്ഞി കൊടുക്കും കേട്ടോ. ഇച്ചൂനല്ല. ഇച്ചു സ്കൂൾക്ക് പോകുമ്പോൾ കഞ്ഞി കുടിച്ചും അപ്പം ഉണ്ടെങ്കിൽ അപ്പം തിന്നും. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ പരിപാടികൾ കേട്ടോ. അപ്പോൾ ഇതാക്കണ പാത്രങ്ങളൊക്കെ നമ്മൾ ഇച്ചുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ പാത്രം മോറാനും എന്തെങ്കിലും പണിക്കൊക്കെ കൂടി തരുന്നത്. അപ്പോൾ ഓൾ ഒറ്റക്ക് ചെയ്യാറുണ്ടപ്പോഴേ അതൊന്നും ഇപ്പം നമുക്ക് വീഡിയോസിൽ ഒറ്റക്ക് അങ്ങനെ എടുപ്പിച്ചാനൊന്നും പറ്റൂലല്ലോ. അപ്പോൾ ഈ കൂടി കൊടുത്ത് ഓലപ്പം കൂടി തന്നളാന്ന് പറഞ്ഞുകാണ്ട് ഓളും കൂടി തരുന്നുണ്ട് കേട്ടോ.
എല്ലാം ചെയ്യും, മക്കളെല്ലാം ചെയ്യും കേട്ടോ. ഒക്കെ ഞാൻ പഠിപ്പിച്ചു കൊടുക്കലുണ്ട്. കുഞ്ഞു മക്കളെല്ലാം എഴുതിക്കാണ്ട് നമ്മൾ ഇടിപ്പിക്കാക്കാനൊന്നും പറ്റൂല. നമ്മൾ ചെറുപ്പത്തിലേ ഉള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം പറഞ്ഞ പോലെ കുട്ടികളെ ചെറുപ്പത്തിലേ എല്ലാം നമ്മൾ ശീലിപ്പിക്കണം. അപ്പം എല്ലാ കാര്യങ്ങൾക്കും സ്വയം പ്രാപ്തരാക്കണം മക്കളെ പറയാം ഞാൻ. കഴിയണ രീതിയിൽ വിദ്യാഭ്യാസവും കൊടുക്കണം അല്ലേ. അപ്പം ഇതാക്കണ് എല്ലാ പണികളും ഏകദേശമൊക്കെ കഴിഞ്ഞു തുടങ്ങിക്കണം. ഞാൻ റിതുവിനോട് പറയാം, കസാലയൊക്കെ കഴുകി കഴിഞ്ഞിക്കണമെങ്കിൽ ആ പോത്തുംകുട്ടീനെ ഒന്ന് കുളിപ്പിച്ച് കൊടുക്കടാ. കഞ്ഞിവെള്ളം കൂടിയും കൊടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ പണിയാണ് കഴിഞ്ഞു. ഇനി ബാക്കിയില്ല നുള്ളും നുറുക്കും തിരുമ്പാനൊക്കെ എല്ലാം ആണ്. ഇനിയിപ്പോൾ 2 ദിവസം കൂടിയും കഴിയട്ടെ. അടഞ്ഞിങ്ങനെ പണിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തീരെ വെജാതാവും. ഇനിയിപ്പോലെ വല്ലാതെ ഒന്നും കിട്ടൂല, റിതുവിനൊന്നും തീരെ കിട്ടൂല പരീക്ഷയും കാര്യങ്ങളൊക്കെ ആയിട്ട്. ശനിയാഴ്ച ആകുമ്പോൾ പിന്നെ നമ്മൾ ഷെയ്മോളും ഓലൊക്കെ കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ കരുതിക്കാണ്ട് അങ്ങോട്ട് ഇറങ്ങി പുറപ്പെട്ടാണ് കേട്ടോ. അപ്പോൾ ഏകദേശമൊക്കെ കഴിഞ്ഞ് തുടങ്ങിയിരിക്കണ പണികൾ. ഇനി തിരുമ്പാല്ല കുറച്ചുണ്ട് കേട്ടോ. അതൊക്കെ ഇനിയിപ്പോൾ നോൽമ്പിൻ്റെ തലേന്നൊക്കെ ആണ് നോക്കാതിരിക്കുകയാണ്. നിസ്കാരക്കുപ്പായം കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ മാസത്തിൽ തിരുമ്പണാണ്. എന്നാലും ഇപ്പോൾ നോൽമ്പിനൊന്നൊരു നനച്ചുള്ളി ഇറങ്ങിക്കാണ്ടൊക്കെ ഒന്നും സാബും വെള്ളത്തിലിട്ട് കാണ്ട് കേൾക്കണമല്ലോ. അത് ഇനിയിപ്പോൾ നോൽമ്പിൻ്റെ 2 ദിവസം മുന്നോ തലേന്നൊക്കെ ആണ് നോക്കാതിരിക്കാണ്ട്. അപ്പോൾ അത്യാവശ്യമുള്ള പണികളൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി അടിയൊക്കെ ഒന്ന് ഉരച്ച് കഴുകാനും വൃത്തിയാക്കാനൊക്കെ ഉണ്ട്. അത് ഇനി ബലിയും കൂട്ടിക്കാണ്ട് ചെയ്താൽ നടക്കൂല കേട്ടോ മക്കളെ. അതിന് കാക്കു തന്നെ വേണം. മറ്റേ നമുക്ക് മുഴുവനാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലേക്ക് എതിയും ബതിയും കേടും. കാക്കു ആകുമ്പോൾ പിന്നെ ഇനിയിപ്പോൾ എന്നെ കൊണ്ട് കഴിയൂലെങ്കിലും കാക്കു അതാണ് മുഴുവനാക്കി തരും. മറ്റേ വെള്ളമൊക്കെ പറന്നുകാണ്ട് സാബുവും വെള്ളമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ അകങ്ങൾക്ക് അറിയണല്ലേ, അത് മുഴുവനാക്കണം. അപ്പോൾ പിന്നെ അവിടെ ആ മൂലക്കൽ ഈ മൂലക്കലൊക്കെ നിറഞ്ഞ് നിൽക്കും. അതൊന്നും നമ്മൾ വൃത്തിയാക്കിയാൽ ആവില്ല. അപ്പം ഞാൻ കാക്കു വരട്ടെ, ബാക്കിയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരണ്ട്. ഇനി നമ്മളെ പോത്തുംകുട്ടീനെ കുളിപ്പിച്ച് കൊടുക്കട്ടെ കേട്ടോ. ഓനിഞ്ഞ് കാക്കൂല്ല എഴുതിക്കാണ്ട് പേടിയൊന്നുമില്ല കേട്ടോ. ഓനറിയാം തിന്നാൻ നേരമാകുമ്പോൾ ആ നേരമാകുമ്പോൾ എത്തിച്ചു തരും എന്നറിയാം. ഇനിയിപ്പോൾ ഒന്ന് കുളിപ്പിച്ചെടുത്തുകാണ്ട് ഒന്നും കൂടിയാണ് കഞ്ഞിൻ്റെ വെള്ളം കൊടുക്കും കേട്ടോ. രാവിലെ നമ്മൾ കഞ്ഞിവെള്ളം കൊടുത്ത് പുല്ലൊക്കെ കൊടുത്തുകാണ്ട് വയറ് നിറച്ചതായിരുന്നു. ഇനി കുറച്ചും കൂടിയും കഴിഞ്ഞിട്ട് നമ്മൾക്കിപ്പോൾ കുളിപ്പിച്ച് കൊടുത്തില്ലേ, ഇനിയിപ്പോൾ വെള്ളം കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ലേശം പുല്ലും ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പം നമ്മൾ കസാലകളൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ റിതു കേട്ടോ. അവനോട് ഞാൻ പറഞ്ഞു, ഞാൻ കഞ്ഞിവെള്ളം കൂടിയും കാട്ടിക്കാണ്ടാണ് കയറടാ നമുക്ക്. എന്നാൽ ഞാൻ തിരുമ്പിക്കുളി കഴിഞ്ഞാൽ ഇന്നത്താണ് നിർത്താം, ഇനി നാളത്തെ നമുക്ക് നോക്കരുതാണ്ട്. അപ്പോൾ ചോറ് വെച്ച് ഊറ്റിയിൽ ഞാൻ ലേശം പുണ്ണാക്ക് ഇട്ടുവെച്ചിരുന്നു കേട്ടോ. അതാണ് പുതിർന്നിട്ടുണ്ട്. ഓന് കുറച്ച് നേരം വൈകിയാൽ ഓന് ദേഷ്യമാണ് കേട്ടോ. നമ്മൾ മുത്തുവോ എന്നാ വിളിച്ചാൽ പോത്തുംകുട്ടീനെ കേട്ടോ. പിന്നെ റിതുവിനെ കാണുമ്പോൾ വേറൊരു കുന്തിരുമ കൂടുതലുമാണ്. കുന്തിരുമ എടുത്തുകൊണ്ട് പായും കേട്ടോ. ഞാനൊക്കെ ചെല്ലണമെങ്കിൽ വലിയ ഒരു കച്ചറയൊന്നുമില്ല ഓന്. കാക്കുവിനോടും എന്നോടും വലിയ കച്ചറയൊന്നുമില്ല. നമ്മൾക്ക് ആർക്കും കൊണ്ടടക്കാം. പിന്നെ റിതുവിനെ കാണുമ്പോൾ റിതു ഇങ്ങനെ ആ കൊമ്പുമ്മലൊക്കെ പിടിച്ചിട്ട് അപ്പോൾ ഓനെ കാണുമ്പോൾ ചിലപ്പോൾ ഒരു ദേഷ്യമാണ്. അപ്പോൾ ഒരു കുന്തിരുമ എടുക്കലൊക്കെയാണ് കേട്ടോ. പിന്നെന്താ പുതിയ നമ്മളെ ബൺ മെറ്റീരിയൽസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എണ്ണ ഉണ്ടാക്കുന്ന ദിവസമാണ് തലവേദനക്കും മൈഗ്രീൻ്റെ തലവേദനക്ക് മുടി കൊഴിച്ചിൽ താരന്. അപ്പം അതിനൊക്കെ എല്ലാം അടിപൊളി എണ്ണ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ആവശ്യക്കാർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലും നമ്മളെല്ലാ വീഡിയോസിലും നമ്പർ കൊടുത്തിട്ടുണ്ട്. ആവശ്യക്കാരൊക്കെ വിളിച്ചോളി കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.